MS ധോണിയുടെ IPL ഭാവിയെ പറ്റിയാണ് ഇപ്പം ചർച്ച. അതിനിടയിൽ ഇന്ന് അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുമെന്നുള്ള എന്നത്തേക്കെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ധോണി ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് ഒരു കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. മാത്രമല്ല ഇതിനകത്ത് ഇപ്പം 3 കളിയേ കളിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ സൂര്യകുമാർ യാദവിനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് എന്ന് തന്നെ പറയാം. കാരണം 1.12 സെക്കൻഡിനാണ് സ്റ്റംപ് ചെയ്യുന്നത്. അതുപോലെ ഫിൽ സോൾട്ടിന് മറ്റേ RCB ആയിട്ടുള്ള കളിയിൽ സ്റ്റംപ് ചെയ്തു വളരെ സ്പീഡിൽ. അതായത് അത്തരം ചലനങ്ങളൊക്കെ മോട്ടോർ ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയപ്പം ഒരു മങ്ങിയ കളിക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്രിറ്റിസിസം വരുന്നുമുണ്ട്. ഈ ധോണിയുടെ ഇപ്പോഴത്തെ കളി വെച്ചിട്ട് ഈ 3 കളികൾ വെച്ചിട്ട് നമുക്ക് IPL-ലുള്ള ധോണിയുടെ ഭാവി എന്തായിരിക്കും? അല്ല, ധോണി എന്ന കളിക്കാരനെ 2 ഭാഗമായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. ഒന്ന്, ധോണി എന്ന വിക്കറ്റ് കീപ്പർ. അതിപ്പോ ഈ ഇടയ്ക്ക് ഒരു അഭിമുഖത്തിൽ മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞു IPL-ത്തെ ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പർ ഇപ്പോഴും ധോണിയാണ്. അതിൽ ഒരു സംശയമില്ല. ശരിക്കും ബാക്കി ടീമുകളുടെ ഒക്കെ ആൾക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റംപിങ് അതിപ്പോ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലേ. 2018 കീമോ പോളിനെ 0.08 സെക്കൻഡിലാണ് സ്റ്റംപ് ചെയ്ത്. അപ്പൊ ആ ഒരു കഴിവ് ഇപ്പോഴും ഉണ്ട്. പ്രശ്നം വരുന്നത് ബാറ്റ് ചെയ്യുമ്പോഴാണ്. ബാറ്റ് ചെയ്യുമ്പോ ഇപ്പൊ 2018-ലും 2019-ലും ധോണി ഇന്ത്യക്ക് കളിച്ചിരുന്നു. ആ 2 സീസണും 400 റണ്ണിലധികം എടുത്തു IPL-ല്. 2 സീസണും 300-ലധികം ബോൾ ബാറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇപ്പൊ 2023, 2024 ഇപ്പൊ ഈ സീസണിലത്തെ 3 കളി 33 കളിയില് ആകെ 159 ബോളാണ് ധോണി ഫേസ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഒരു കളിയിൽ ശരാശരി 5 കൂടി ഇല്ല. അപ്പൊ അങ്ങനെ അപ്പൊ അത് ബാറ്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഈ 3 സീസണിൽ 30-ലധികം 6 അടിച്ചിട്ടുണ്ട്. പക്ഷെ നീണ്ട നേരം ബാറ്റ് ചെയ്യാൻ വയ്യ. അതിപ്പോ സ്റ്റീവൻ ഫ്ലെമിംഗ് പറയുകയും ചെയ്തു. ഈ മുട്ടിന്റെ പരിക്ക് കാരണം 2023 അവർ ട്രോഫി ജയിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് സർജറി ചെയ്ത് ആർത്രോസ്കോപ്പിക് സർജറി ചെയ്തതാണ് ധോണി. അപ്പൊ അതിനുശേഷം ഈ കീപ്പിംഗ് തന്നെ ഈ 120 ബോൾ ചെയ്യണം. അതിങ്ങനെ ഈ 120 സ്ക്വാട്ട് എടുക്കണ പോലെയാണ് ശരിക്കും. ചിലപ്പോൾ 130 ആവും. വൈഡ് നോ ബോളൊക്കെ കണക്കാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 ഓവർ അങ്ങോട്ട് കൊണ്ട് ഓടും കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് ഈ 44 വയസ്സാവാൻ പോണ ഒരാൾക്ക് അത് സാധ്യമല്ല. അപ്പൊ ധോണി എന്ന വിക്കറ്റ് കീപ്പർക്ക് ഒരു പ്രശ്നമില്ല. എപ്പോഴും ധോണി എന്ന ബാറ്റ്സ്മാന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിലും സാധ്യതയുണ്ടല്ലോ. കാരണം നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ വിക്കറ്റ് കീപ്പറേയും മാറ്റാലോ ആണെങ്കിൽ. ധോണി ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കീപ്പിങ്ങിന് മാത്രമായിട്ട് ഒരാളെ കളിക്കാരനെ എടുക്കും. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ധോണിക്ക് വേണ്ടി മാത്രം അത് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ പ്രസ്താവനയിൽ ഒരു അനൗചിത്യമല്ലേ? കാരണം ആ ഒരു കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, 3 കളിയാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയും നല്ലൊരു കളിക്കാരനെ അല്ല, എന്താ വെച്ചാൽ അത്രയും വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ധോണി നമ്പർ 9 പോയി ബാറ്റ് ചെയ്തു, എന്തുകൊണ്ട് നേരത്തെ വന്നില്ല, കളി തോറ്റു കഴിഞ്ഞിട്ടാണോ ധോണിയെ നിങ്ങൾ അയക്കണമെന്നൊക്കെ. അപ്പൊ ഫ്ലെമിംഗ് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞങ്ങളുടെ തീരുമാനമല്ല ഇത് ധോണി തന്നെ തീരുമാനിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല 10 ഓവർ പിന്നെ കീപ്പ് ചെയ്തതിന് ശേഷം 10 ഓവർ ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അപ്പൊ എനിക്കിപ്പോ ഇപ്പോഴത്തെ എൻ്റെ ഏകദേശം 44 വയസ്സായി ശരീരവും വെച്ചിട്ട് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് ധോണി സൂചിപ്പിക്കേണ്ടതാണ് ടീം മാനേജ്മെന്റിനോട്. അവർക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രാഞ്ചൈസിനും ആ ഒരു വലിയ കൺസേൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ധോണി റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മങ്ങിപ്പോവുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ ആ രീതിയിലും ഒരു പ്രശ്നമില്ലേ ഇതിനകത്ത്? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ധോണിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ചെന്നൈ എന്ന നഗരത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം മുംബൈയെ പറ്റിയിട്ട് ആലോചിക്കും. മുംബൈയിലത്തെ ക്രിക്കറ്റ് പാരമ്പര്യം അത്രയും നീണ്ട ഒരു പാരമ്പര്യമാണ്. കളിക്കാരും എത്രയോ എല്ലാ തലമുറയിലും മുംബൈയിൽ നിന്ന് ഒരു വലിയ കളിക്കാരൻ വരും. അപ്പൊ അത് പക്ഷെ മുംബൈ കഴിഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയൊരു ക്രിക്കറ്റ് നഗരം എന്ന് പറയുന്നത് ചെന്നൈയാണ് ശരിക്കും. എന്താ വെച്ചാൽ അത് ഗ്രാസ് റൂട്ട്സ് ലെവൽ തൊട്ട് ലീഗ് ക്രിക്കറ്റ് തൊട്ട് ക്രിക്കറ്റ് ഒരു പ്രാന്താണ് അവിടുത്തെ ആൾക്കാർക്ക്. അതിപ്പോൾ നമ്മൾ ചെപ്പോക്ക് പോയാൽ തന്നെ ബാക്കി ഒരു ഇന്ത്യൻ ഗ്രൗണ്ടിലും ഇല്ലാത്ത ഒരു ആത്മാർത്ഥമായൊരു സ്നേഹവും വിവരവും കാണും ക്രിക്കറ്റിനെ പറ്റി. വളരെയധികം വിവരമുള്ള ആൾക്കാരാണ്
പലരും അവിടെ വന്ന് കളി കാണണം. അതിപ്പോ കൽക്കട്ടയിലും മുംബൈയിലൊക്കെ ചിലപ്പോൾ കുറെ പേര് ആ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി കളി കാണാൻ പോകുന്നതാണ്. ഫുട്ബോളിൽ മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും കാണിക്കുന്ന പോലെയുള്ള. അതെ. പക്ഷെ ഇത് ചെപ്പോക്കിൽ വരുന്ന പല ആൾക്കാർക്കും ആഴത്തില് വിവരമുണ്ട് കളിയെ പറ്റി, അതിന്റെ ടെക്നിക്കിനെ പറ്റി, ചരിത്രത്തെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു നഗരമാണ്. പക്ഷെ ആ ചെന്നൈ ക്രിക്കറ്റിനെ എത്ര സ്നേഹിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് തിരിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ IPL മുമ്പ് 2 തവണ മാത്രമേ രഞ്ജി ട്രോഫി നേടിയിട്ടുള്ളൂ തമിഴ്നാട്. ആദ്യം മദ്രാസായിട്ട്, പിന്നെ 87-88 തമിഴ്നാടായിട്ട്. അപ്പം ബാക്കി മുംബൈ മാറ്റി നിർത്തിയാൽ തന്നെ കർണാടക 8 തവണ രഞ്ജി ട്രോഫി നേടിയിട്ടുണ്ട്, ഡൽഹി 7 തവണ. അപ്പൊ ഇവരുടെ ഒക്കെ വളരെ താഴെയാണ്. അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ബാക്കി എല്ലാവരുടെ എതിരെ പിടിച്ചു നിൽക്കാന്ന് മാത്രല്ല അവരുടെ മുന്നോട്ട് പോകാൻ പറ്റിയത്. പക്ഷെ ഈ ഏറ്റവും കപ്പ് IPL 5 തവണ നേടിയിട്ടുള്ള 2 ടീമുകൾ, ഒന്ന് ചെന്നൈ, ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസം. ആദ്യത്തെ 4 സീസണിൽ ഞാനൊരു 70 മാച്ച് ഒറ്റ ലൈവായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുംബൈയുടെ മാച്ചിന് എപ്പോഴും ആകെ ഒരു ഷർട്ടേ നമ്മൾ ഒരു ജേഴ്സിയെ കാണുള്ളൂ, ടെണ്ടുൽക്കർ നമ്പർ 10. എല്ലാവരും അതിട്ടിട്ടാണ് കളി കാണാൻ വരിക. പക്ഷെ സച്ചിൻ 2013 വിരമിച്ചു. 6 സീസൺ കഴിഞ്ഞ ആദ്യത്തെ തവണ അവർ ജയിച്ചതോടുകൂടി സച്ചിൻ നിർത്തി. അത് കാരണം മുംബൈ ഇന്ത്യൻസിന് അതിന്ന് മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് പറഞ്ഞ ഒരു കളിക്കാരനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടീമല്ല. ഇപ്പൊ രോഹിത് ശർമ്മ ഉണ്ട്, ബുംറ ഇപ്പൊ പുറത്താണ്, പക്ഷെ സാധാരണ ബുംറ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, അങ്ങനെ പല കളിക്കാരും ഉണ്ട്. പുറമേ നിന്നുള്ള കിയറൻ പോളാർഡ്, ലസിത് മലിംഗ, ഇവരൊക്കെ വലിയ താരങ്ങളായിരുന്നു. അപ്പൊ മുംബൈ ഇന്ത്യൻസിനെ പറ്റി ആരും ഒരിക്കലും ഒരു 1 man ടീം എന്ന് പറഞ്ഞിട്ടില്ല. മറ്റേതിപ്പോ വലിയ കളിക്കാരുണ്ടായിട്ടും കൂടി ഇപ്പൊ ജഡേജയൊക്കെ വലിയ കളിക്കാരനാണ്, ഇന്ത്യക്കും CSKക്കും. പക്ഷെ ഒരിക്കലും ധോണിയുടെ ആ ലെവലിൽ ആരും കാണുന്നില്ല ജഡേജ. ഇപ്പോഴും ഇപ്പൊ കളിക്കാർ ഔട്ടാവുമ്പോ കാണികൾ ക്ലാപ്പ് ചെയ്യുക ചെയ്യണം, എന്താ വെച്ചാൽ ധോണിയാണ് അടുത്ത് വരണെന്ന് പറയും. അതൊരു വല്ലാത്തൊരു കൾട്ട് പോലെ തന്നെയാണ് ശരിക്കും. അതിന് കാരണം ഇതാണ്, ഈ ഒന്നും ജയിക്കാത്തൊരു നഗരമായിരുന്നു ചെന്നൈക്ക് 5 ടൈറ്റിൽ കൊണ്ടുകൊടുത്ത ആളും കൂടിയാണ്. പിന്നെ ഇന്ത്യയുടെ കൂടെ അനേക ട്രോഫികൾ നേടിയിട്ടുണ്ട്. അപ്പൊ ധോണി എന്ന് പറഞ്ഞ ഏകദേശം നമ്മൾ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞാൽ MGRും ജയലളിതയ്ക്ക് അവർക്കൊക്കെ ഒരു കൾട്ട്, ശരിക്കും പറയാ നോർത്ത് കൊറിയയില് കിം ഫാമിലിക്കുള്ള പോലത്തെ ഒരു കൾട്ടായിരുന്നു MGR എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലത്തെ രജനീകാന്ത്, അതുപോലത്തെ ഒരു പേഴ്സണാലിറ്റി ആയി മാറിയിട്ടുണ്ട് ധോണി. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാപ്റ്റൻ കൂൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മിക്കവാറും കളിക്കാര് പിന്നെ ഫീൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ധോണിയായിട്ടൊരു ചർച്ച എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു അത് വലിയൊരു പ്രശ്നം. മറ്റേ വേറൊരാള് ക്യാപ്റ്റൻ ആകുമ്പോ ജഡേജ 2022 ഒരു 8 മാച്ചായിട്ട് ക്യാപ്റ്റനായി അവർ ശ്രമിച്ചു നോക്കി. പക്ഷെ ജഡേജ അതും വളരെ അനുഭവമുള്ള കളിക്കാരൻ. ഇന്ത്യക്ക് ആ സമയത്ത് അപ്പോഴേക്കും ഒരു 200 കളിയുടെ മേത് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ജഡേജ. എന്നാലും പക്ഷെ ജഡേജ ഇങ്ങനെ നീ അവിടെ പോയിക്ക് ഇവരൊക്കെ കളിക്കാർ അങ്ങോട്ട് നടന്നു പോണ വഴിക്ക് ആദ്യം കീപ്പറെ നോക്കണം, ധോണി എന്ത് പറയുന്നു നോക്കിയിട്ടാണ് അവര് നടക്കുന്നത്. ഇപ്പോഴും അതല്ല. നൂർ അഹമ്മദ് പ്രസ് കോൺഫറൻസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ധോണിയോട് ചോദിച്ചു ഏത് ബോൾ അറിയാം, ക്യാപ്റ്റൻ ഗേക്വാഡാണ്. പക്ഷെ എന്നാലും എല്ലാം ധോണിയാണ് ഒരു എന്താ പറയുക, ഒരു ഫൾക്രം എന്ന് വേണമെങ്കിൽ പറയാം ആ ടീമിന്റെ. അപ്പൊ അത് കോച്ച് വരെ ധോണിയോട് ചോദിച്ചിട്ടേ വല്ലതും ചെയ്യുള്ളൂ. അത് വേറെ ഒരു ടീമിലും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇല്ല. ഇപ്പൊ RCBയിൽ ഇപ്പൊ വിരാട് കോഹ്ലി ക്യാപ്റ്റൻസിന്ന് മാറി. തീർച്ചയായിട്ടും ആവശ്യമുള്ളപ്പോ രജത് പട്ടിദാർ പോയി ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ എല്ലാ ബോളും കളിക്കാൻ കോഹ്ലിയെ നോക്കിയിട്ടല്ല കളിക്കണം. ഈ എന്തായാലും സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ അടുത്ത സീസണിൽ ധോണി ഉണ്ടാവും, കളിക്കാൻ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എന്താണ് ദിലീപിന് തോന്നുന്നത്? അല്ല, കളിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ഇതിപ്പോ പ്രത്യേകിച്ച് ഒരു മുട്ടിനൊരു സർജറി ചെയ്ത് കഴിഞ്ഞ ഒരാള് ഇപ്പൊ 2 കൊല്ലമായി അത് ചെയ്തിട്ട്.
കഴിഞ്ഞ കൊല്ലം എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ഫിനിഷറായിട്ട് മാത്രം ബാറ്റ് ചെയ്ത്. അത് ധോണിയുടെ ഏറ്റവും നല്ല സീസൺ ആയിരുന്നു. സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 220 ഒറ്റയായിരുന്നു സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ കൊല്ലം. എന്താ വെച്ചാൽ വെറുതെ വന്ന് എല്ലാ ബോളും 4 or 6 അടിക്കാൻ നോക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു കളി ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ചെന്നൈയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ആ ടോപ്പ് ഓർഡർ വിചാരിച്ച പോലെ റൺസ് എടുക്കാൻ പറ്റിയിട്ടില്ല പലപ്പോഴും. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇന്നിങ്സ് എന്താ പറയുക സിംഗിൾസും ടൂസും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കഴിവില്ല എന്നല്ല, അതിന് ശരീരം അനുവദിക്കുന്നില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ശരിക്കും പറയാ ധോണിക്ക് ഒരു 10-15 ബോളെ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഇപ്പൊ നേരത്തെ ഞാൻ 2018 കാര്യം പറഞ്ഞു, 300 ബോളൊക്കെ ആ സീസൺ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീസൺ ഇപ്പൊ 100 ബോൾ എത്തുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. എന്നുവെച്ചാ ആ ഇപ്പോഴത്തെ ചൂടും ഇപ്പൊ എല്ലാ കളി ഇപ്പൊ 35-40 ഡിഗ്രി ചൂടിലാണ് കളിക്കണം. അപ്പൊ 20 ഓവർ കീപ്പിംഗ് കഴിയുമ്പോഴേക്കും പിന്നെ ഈ 10 ഓവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല അത്രയും പ്രായമായിട്ടുള്ള ഒരാൾക്ക്. പിന്നെ അവസാനമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നത്, അതായത് നമുക്കറിയാം ധോണി എന്നുള്ള ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റാർ പ്ലെയേഴ്സിനെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ അണ്ടർ പ്രഷറിൽ ഏറ്റവും നന്നായിട്ട് ക്യാപ്റ്റൻസി എന്നുള്ള ഒരു പദവി നിർവഹിച്ചിട്ടുള്ള കളിക്കാരനാണ്. അപ്പൊ ഈ കളിക്കാരനായിട്ട് അടുത്ത് പരിചയമുണ്ട് ദിലീപിന്. എങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ധോണി? ധോണി മുമ്പ് ആദ്യം തൊട്ടേ ഒരു എന്താ പറയുക ഒരു സ്ക്രിപ്റ്റും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ആദ്യം നേരിട്ട് കാണുന്നത് ഞാൻ ധോണിയുടെ ഡെബ്യൂ ബംഗ്ലാദേശിൽ വെച്ചൊരു ODI സീരീസ് അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ടെസ്റ്റിന് ഞാൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അത് മഴ കാരണം ഒരു ദിവസത്തെ കളി നടന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ധോണിയെ കൊണ്ടുവന്നു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന്. എന്നിട്ടൊരു 10-20 ആളുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ പക്ഷെ അത് ആ സമയത്ത് ഇന്ത്യക്ക് ഒരു കൊല്ലം കൂടി കളിച്ചിട്ടില്ല. അത് വലിയൊരു സക്സസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കൂടി വളരെ എന്താ പറയുക ഏറ്റവും ഒരു ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞ ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ചോദ്യം ഉത്തരം പറയണ്ടെന്ന് വരെ പറഞ്ഞു. എനിക്ക് ബോറടിച്ചു തുടങ്ങി ഈ ചോദ്യം കേട്ടിട്ട്, അങ്ങനെയൊക്കെ പറയണം. അപ്പൊ ആരെയും പേടിക്കാതെ ഞാൻ എന്റെ കാര്യം ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അത് കാരണം തന്നെയാണ് ഗ്രെഗ് ചാപ്പിൽ കുറെ പോണതിന് മുമ്പ് ധോണിയെ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്താ വെച്ചാൽ ഇത് ഏത് സാഹചര്യവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറെ താരങ്ങളുള്ള ഡ്രസ്സിംഗ് റൂം വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അതേപോലെ തന്നെ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും ഇപ്പൊ സുരേഷ് റൈന, വിരാട് കോഹ്ലി, പിന്നീട് വന്ന കുറെ പേര്, ഇപ്പൊ ജഡേജ, അതെ. അപ്പൊ ഇവരൊക്കെ ആ 2007 T20 ലോകകപ്പ് ഫൈനലിൽ ആരും കേൾക്കാത്ത ജോഗീന്ദർ ശർമ്മ, ഇവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതും അവരോട് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ ഫീൽഡിന്റെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം, ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത് ധോണിയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ധോണിയുടെ റൂം ഒരിക്കലും ലോക്ക്ഡ് ആയിരിക്കില്ല. ഹോട്ടൽ റൂം എപ്പോഴും തുറന്നിട്ടായിരിക്കും, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാം. അവര് മറ്റേ പ്ലേ സ്റ്റേഷനിൽ കളിക്കും, ഭക്ഷണം കഴിക്കും, തമാശ പറയും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു എപ്പോഴും ധോണി എന്ന ക്യാപ്റ്റൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു.